Dear friends, all of you, welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പാർട്ട് 10th ആണ്. 9 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. ഇന്ന് പാർട്ട് 10th നമ്മൾ പോകുന്നത്. നമുക്ക് എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും. 2. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. 1 ശരിയാണ്, 2 ശരിയാണ്, എല്ലാം തെറ്റാണ്. നമുക്ക് നോക്കാം. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രാഷ്ട്രപതി ഒരിക്കലും ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കാറില്ല എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ആദ്യം വരുന്ന മീറ്റിംഗ് ലോക്സഭയും രാജ്യസഭയും സംയുക്ത സമ്മേളനമായിരിക്കും. അത് വിളിച്ചു കൂട്ടുന്നതും അധ്യക്ഷത വഹിക്കും രാഷ്ട്രപതിയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലോക്സഭ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭ ഉപരാഷ്ട്രപതിയായിരിക്കും. അതുകൊണ്ട് ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും എന്നുള്ളത് തെറ്റാണ്. രാഷ്ട്രപതിയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. പ്രധാനമന്ത്രി ഒരു കാരണവശാലും ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കാറില്ല. ഒരു മീറ്റിങ്ങിലും ഒരിക്കലും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കാറില്ല. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിസഭാ സമ്മേളനങ്ങൾക്കാണ്. മന്ത്രിസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, നാഷണൽ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ, ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ട്രൈബ്യൂണൽ കൗൺസിൽ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഇതിൻ്റെ എല്ലാം അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മനസ്സിലായോ? അപ്പോൾ ലോക്സഭയിൽ ഒരിക്കലും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നില്ല. ലോക്സഭയിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നില്ല. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണ്? നീതി ആയോഗുണ്ട്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുണ്ട്, നാഷണൽ ഇന്നോവേഷൻ കൗൺസിലുണ്ട്, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലുണ്ട്, നാഷണൽ ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലുണ്ട്, ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ട്രൈബ്യൂണൽ കൗൺസിലുണ്ട്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഇതിൻ്റെ എല്ലാം അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മൂന്നാമത്തിലേക്ക് പോകാം. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. തെറ്റാണ്. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. തെറ്റാണ്. ചീഫ് ജസ്റ്റിസ് ഒരിക്കലും ഒരു സഭയ്ക്കും അധ്യക്ഷത വഹിക്കാറില്ല. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആ സ്ഥാനം വേണമെങ്കിൽ ചീഫ് ജസ്റ്റിസ് എൻജോയ് ചെയ്യാറുണ്ട്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ചീഫ് ജസ്റ്റിസ് എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാതെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു കാരണവശാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷത വഹിക്കില്ല. സോ ആൻസർ ഓർത്തിക്കുക, എല്ലാം തെറ്റാണ്. ഇതിലെല്ലാ ആൻസറും തെറ്റാണ്. അപ്പോൾ ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയല്ല, പ്രധാനമന്ത്രിയല്ല, ചീഫ് ജസ്റ്റിസ് അല്ല. അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് നോക്കാം. ലോക്സഭയുടെ സ്പീക്കറാണ് ലോക്സഭ അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ലോക്സഭയായിരിക്കും. ലോക്സഭയിലെ ഏറ്റവും സീനിയർ മെമ്പറായിരിക്കും പിന്നീട് അധ്യക്ഷത വഹിക്കുക. പുറത്തു വയ്ക്കുക. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് രാജ്യസഭയിലും. രാജ്യസഭ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയുടെയും ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ രാജ്യസഭയിൽ സീനിയർ മോസ്റ്റ് മെമ്പർ തന്നെയായിരിക്കും രാജ്യസഭയിലും അധ്യക്ഷത വഹിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഓർത്തിക്കുക, ലോക്സഭയിലും രാജ്യസഭയിലും ഈ രണ്ടാളുകളെയും ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിലാണെങ്കിലും രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെയും ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് രാജ്യസഭയുടെയും അധ്യക്ഷത ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? സീനിയർ മോസ്റ്റ് മെമ്പറായിരിക്കും. രാജ്യസഭയിലെയും ലോക്സഭയിലും സീനിയർ മോസ്റ്റ് മെമ്പറായിരിക്കും അധ്യക്ഷത വഹിക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഓർത്തിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനുപോലെ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ ലോക്സഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലോക്സഭാ നേതാവ് എന്നറിയപ്പെടുന്നത് ലോക്സഭാ സ്പീക്കറാണ്. മന്ത്രിസഭാ നേതാവ്, മന്ത്രിസഭാ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രതലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. മന്ത്രിസഭാ തലവൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭാ തലവൻ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് സംയുക്ത പാർലമെൻറ്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ലോക്സഭാ സ്പീക്കറാണ്.
ലോകസഭയുടെ കോറം തീരുമാനിക്കുന്ന ലോകസഭ സ്പീക്കറാണ്. ലോകസഭയിൽ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തെ സർ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ പാടൂ. ലോകസഭയിൽ ഒരു ബില്ല് മണിബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ലോകസഭാ സ്പീക്കറാണ്. ലോകസഭയുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ തീരുമാനിക്കുന്ന ലോകസഭാ സ്പീക്കറാണ്. കാസ്റ്റിംഗ് വോട്ട് അധികാരമുള്ള ഒരു വ്യക്തിയാണ് ലോകസഭാ സ്പീക്കർ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ലോകസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. വിശദമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കന്നുകാലികൾക്ക് വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ ഗാവിഷ്ടി എന്നറിയപ്പെട്ടിരുന്നു. കന്നുകാലികൾക്ക് വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ ഗാവിഷ്ടി എന്നറിയപ്പെട്ടിരുന്നു. വേദകാലത്ത് ഗ്രാമങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങൾ സംഗ്രാമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വേദകാലത്ത് ഗ്രാമങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങൾ സംഗ്രാമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഉപനിഷത്തുക്കൾ വേദാന്തങ്ങൾ എന്നറിയപ്പെടുന്നു. എല്ലാം ശരിയാണ്, 1ഉം 2ഉം മാത്രം ശരിയാണ്. നോക്കാം. കന്നുകാലികൾക്ക് വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ ഗാവിഷ്ടി എന്നറിയപ്പെട്ടിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വേദകാലഘട്ടം നമുക്കറിയാം 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം. 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് വേദകാലഘട്ടം. വേദകാലഘട്ടത്തിൽ ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്നറിയപ്പെടുന്നത് കന്നുകാലികളായിരുന്നു, പശുക്കളായിരുന്നു. ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് കന്നുകാലികളായിരുന്നു അല്ലെങ്കിൽ പശുക്കളായിരുന്നു. ഈ പശുക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം. ഈ യുദ്ധങ്ങളെല്ലാം അറിയപ്പെടുന്നത് ഗാവിഷ്ടി എന്ന പേരിലാണ്. അതേസമയം 2 ചെറിയ ഗ്രാമങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം സംഗ്രാമ എന്ന പേരിലും അറിയപ്പെടുന്നു. ഗ്രാമങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ സംഗ്രാമ എന്ന പേരിലും അറിയപ്പെടുന്നു. സോ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ നോക്കാം. ഉപനിഷത്തുക്കൾ വേദാന്തങ്ങൾ എന്നറിയപ്പെടുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഉപനിഷത്തുക്കൾ വേദാന്തങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. പൊതുവേ 6 ഉപനിഷത്തുക്കൾ അല്ലെങ്കിൽ 6 വേദാന്തങ്ങൾ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കുക, ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, എല്ലാം ശരിയാണ്. ഇനി ആര്യന്മാരുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് മധ്യേഷ്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞത് ആരാണ്? മാക്സ് മുള്ളറാണ് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നതെന്ന് അഭിപ്രായപ്പെട്ടത്. അതേസമയം ആര്യന്മാർ ആർട്ടിക്കിൽ നിന്ന് വന്നതാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ആര്യന്മാർ ആർട്ടിക്കിൽ നിന്ന് വന്നവരാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അതേസമയം ആര്യന്മാർ ടിബറ്റിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? അത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒന്ന് മറക്കാതെ ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കണം. ആര്യന്മാർ ടിബറ്റിൽ നിന്ന് വന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ആർട്ടിക് ധ്രുവത്തിൽ നിന്ന് വന്നവരാണെന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണെന്ന് അഭിപ്രായപ്പെട്ടത് മാക്സ് മുള്ളർ, ജർമ്മൻ ഇൻഡോളിസായ മാക്സ് മുള്ളർ. പൊതുവെ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നതാണ് എന്നാണ് പൊതുവെ നമ്മളെല്ലാം വിശ്വസിക്കുന്നതും. ആ ഒരു രീതിയിലാണ് നമ്മുടെ പഠന രീതി പോകുന്നതും. ഇനി ആര്യന്മാരുടെ പ്രധാനപ്പെട്ട സമ്പത്ത് കന്നുകാലികളാണെന്ന് പറഞ്ഞു. ആര്യന്മാർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധം ഇരുമ്പ് അവർ ഉപയോഗിച്ചിരുന്നു. ഓർമ്മിക്കുക, അവിടെ കുതിരകൾ അവർ ഉപയോഗിച്ചിരുന്നു. അതേസമയം അതിന് മുൻകാലഘട്ടം നമ്മൾ ഹാരപ്പൻ സംസ്കാരം പറയുമ്പോൾ ഇരുമ്പ് അവർക്ക് അറിയില്ലായിരുന്നു, കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതേസമയം കുതിര അവർക്ക് അറിയപ്പെട്ടില്ല. അപ്പോൾ ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ത്രിപീഠകകൾ എഴുതിയിരിക്കുന്നത് പാലി ഭാഷയിലാണ്. ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചിരുന്നത് അർദ്ധമഗതിയിലാണ്. ബുദ്ധൻ ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത ബുദ്ധമത കേന്ദ്രം സാഞ്ചിയാണ്. എല്ലാം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്. നമുക്ക് നോക്കാം. ബുദ്ധമതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധമത ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ത്രിപീഠകകൾ എന്നറിയപ്പെടുന്നത്. വിനയപീഠകം, സൂത്രപീഠകം, അഭിധർമ്മപീഠകം, അങ്ങനെ 3 പീഠങ്ങൾ അറിയാം. വിനയപീഠകം, സുത്തപീഠകം, അഭിധർമ്മപീഠകം എന്ന് പറയും. ഈ ത്രിപീഠകൾ എഴുതിയിരിക്കുന്നത് പാലി ഭാഷയിലാണ്. അത് ശരിയാണ്, ഓർത്ത് വയ്ക്കുക. ബുദ്ധമത ഗ്രന്ഥങ്ങൾ ത്രിപീഠകളാണ്. അഭിനയപീഠകം, അഭിധർമ്മപീഠകം, വിനയപീഠകം, സൂത്രപീഠകം എന്നാണ് അറിയപ്പെടുക. ഇത് 3ഉം എഴുതിയിരിക്കുന്നത് പാലി ഭാഷയിലാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചിരുന്നത് അർദ്ധമഗധി ഭാഷയിലാണ്. ശരിയാണോ തെറ്റാണോ? ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചിരുന്നത് അർദ്ധമഗധി ഭാഷയിൽ തന്നെയായിരുന്നു. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി 3ാമത്തെ നോക്ക്. ബുദ്ധൻ ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത ബുദ്ധമത കേന്ദ്രം സാഞ്ചിയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബുദ്ധൻ ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത ബുദ്ധമത കേന്ദ്രം സാഞ്ചി തന്നെയാണ്. അതേസമയം ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ബുദ്ധമത കേന്ദ്രം എന്ന് വെച്ചാൽ അത് ഉത്തർപ്രദേശിലെ ശ്രാവസ്തിയാണ്. മറക്കണ്ട, ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ബുദ്ധമത കേന്ദ്രം അത് ഉത്തർപ്രദേശിലെ ശ്രാവസ്തിയാണ്. ബുദ്ധൻ ഒരിക്കൽ പോലും സന്ദർശിക്കാത്ത ബുദ്ധമത കേന്ദ്രമാണ് സാഞ്ചി. അപ്പോൾ ഇതിലെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 3ഉം ശരിയാണ്. ഇനി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഓർത്തിക്കുക. ബുദ്ധൻ ജനിച്ചത്
ലുംബിനിയാണ് മറക്കരുത്. എവിടെയാണ് ലുംബിനി? മറക്കരുത്. ബുദ്ധൻ മറക്കണ്ട. ശാക്യമുനി എന്നറിയപ്പെടുന്നു. തഥാഗതൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സിദ്ധാർത്ഥൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹം ജനിച്ചത് നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനി എന്ന പ്രദേശത്താണെന്ന് മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോധരയാണ്. മകൻ രാഹുലൻ. ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെടുന്നത് ആനന്ദൻ എന്നാണ്. ബുദ്ധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ്റെ പേര് ആനന്ദൻ എന്നാണ്. മകൻ രാഹുലനാണ്. ശ്രീലങ്കയിലേക്കൊക്കെ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് രാഹുലിനായിരുന്നു. ഭാര്യ യശോധര. ബുദ്ധൻ്റെ കുതിരയുടെ പേരും പലവട്ടം ചോദിച്ചതാണ്. കാന്തക. മറക്കരുത്. ബുദ്ധൻ്റെ കുതിരയുടെ പേര് കാന്തക എന്നാണ്. അദ്ദേഹത്തിൻ്റെ തേരാളി, കുതിരയുടെ തേരാളി, തേരിൻ്റെ തേരാളിയായിരുന്ന ആൾ ചന്ന എന്ന് പറയുന്ന വ്യക്തിയും. അതോടൊപ്പം തന്നെ ബുദ്ധൻ അവസാനമായി അത്താഴം കഴിച്ച് അതിനുശേഷം മരിക്കുന്നു. അദ്ദേഹത്തിന് അവസാനമായി അത്താഴം നൽകിയത് ചുണ്ട എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ ബുദ്ധമത സമ്മേളനങ്ങളും പൊതുവെ ചോദിക്കാറുണ്ട്. അതും മറക്കാതെ പഠിച്ചിരിക്കുക. 4 ബുദ്ധമത സമ്മേളനങ്ങളാണ് പൊതുവെ നടന്നിട്ടുള്ളത്. ഒന്നാം ബുദ്ധമത സമ്മേളനം BC 483 രാജഗ്രഹത്തിലായിരുന്നു. ഒന്നാം ബുദ്ധമത സമ്മേളനം BC 483 രാജഗ്രഹത്തിലായിരുന്നു. വിളിച്ചുകൂട്ടിയ ഭരണാധികാരി അജാതശത്രുവായിരുന്നു. പക്ഷേ അതിന് അധ്യക്ഷത വെച്ച് മഹാകാശ്യപനായിരുന്നു. മറക്കരുത്. ഒന്നാം ബുദ്ധമത സമ്മേളനം BC 483 രാജഗ്രഹത്തിലാണ്. വിളിച്ചുകൂട്ടിയ രാജാവ് അജാതശത്രുവാണ്. അധ്യക്ഷത വഹിച്ച സന്യാസി മഹാകാശ്യപനായിരുന്നു. രണ്ടാം ബുദ്ധമത സമ്മേളനം BC 383 BC 383 വിളിച്ചുകൂട്ടിയ ഭരണാധികാരി കാലാശോകനാണ്. സ്ഥലം വൈശാലിയായിരുന്നു. അധ്യക്ഷത വെച്ച് സഭാകാവ്യായിരുന്നു. രണ്ടാം ബുദ്ധമത സമ്മേളനം BC 383 കാലാശോകൻ എന്ന ഭരണാധികാരിയെ വിളിച്ചുകൂട്ടിയത് സ്ഥലം വൈശാലിയിൽ വെച്ചായിരുന്നു. അധ്യക്ഷത വെച്ച് സഭാകാവ്യായിരുന്നു. ഇനി മൂന്നാം ബുദ്ധമത സമ്മേളനം നോക്കാം. മൂന്നാം ബുദ്ധമത സമ്മേളനം BC 250 വിളിച്ചുകൂട്ടിയത് അശോക ചക്രവർത്തിയായിരുന്നു. പാടലിപുത്രത്തിൽ വെച്ചായിരുന്നു. അന്നത്തെ അധ്യക്ഷത വഹിച്ച സന്യാസി എന്ന് പറയുന്നത് മെഗാലി പുട്ട ടിസ്സ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. മറക്കണ്ട. മെഗാലി പുട്ട ടിസ്സ എന്ന് പറയുന്ന സന്യാസിയാണ് അധ്യക്ഷത വഹിച്ചത്. വിളിച്ചുകൂട്ടിയത് അശോകനാണ്. മൂന്നാം ബുദ്ധമത സമ്മേളനം അശോകനാണ് വിളിച്ചുകൂട്ടിയത്. എവിടെ വെച്ചാണ്? പാടലിപുത്രയിലാണ്. അധ്യക്ഷത വഹിച്ചത് മെഗാലി പുട്ട ടിസ്സയാണ്. ഇനി അതിനുശേഷം ബുദ്ധമതം രണ്ടെണ്ണമായിട്ട് പിളരുന്നു. ഏതൊക്കെയാണ്? 2 വിഭാഗങ്ങളായിട്ട് ബുദ്ധമതം പിളർന്നിരുന്നു. മഹായാനവും ഹീനയാനവും. ആ നാലാം ബുദ്ധമത സമ്മേളനത്തിലാണ് മഹായാനവും ഹീനയാനവും പിളരുന്നത്. നാലാം ബുദ്ധമത സമ്മേളനം AD 78 എന്ന് വെച്ചാൽ ഒന്നാം നൂറ്റാണ്ടിൽ AD 78 കനിഷ്കനാണ് വിളിച്ചുകൂട്ടിയത്. കാശ്മീരിലായിരുന്നു. കനിഷ്കൻ കാശ്മീരിൽ വെച്ചാണ് വിളിച്ചുകൂട്ടിയത്. അന്ന് അതിൽ അധ്യക്ഷത വെച്ച് 2 സന്യാസിമാർ, ബുദ്ധമത സന്യാസിമാർ. ഒന്ന് അശ്വഘോഷനും മറ്റൊന്ന് വസുമിത്രനായിരുന്നു. ആരാണ്? അശ്വഘോഷനും അതോടൊപ്പം വസുമിത്രൻ എന്ന് പറഞ്ഞ 2 ബുദ്ധമത സന്യാസിമാരായിരുന്നു അധ്യക്ഷത വഹിച്ചത്. നാലാം ബുദ്ധമത സമ്മേളനം AD 78 കാശ്മീരിൽ വെച്ചായിരുന്നു. കനിഷ്കനായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ബുദ്ധമതം മഹായാനം ഹീനയാനമായി പിളർന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനകളെല്ലാം. ഇന്ത്യയിലെ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മന്ദിരം കുവൈത്തുൽ ഇസ്ലാമാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മന്ദിരം കുവൈത്തുൽ ഇസ്ലാമാണ്. കുവൈത്തുൽ ഇസ്ലാം നിർമ്മിച്ച കുത്തബുദ്ദീൻ ഐബക്കാണ്. കുവൈത്തുൽ ഇസ്ലാം സ്ഥിതി ചെയ്ത ആഗ്രയിലാണ്. 1, 2 ശരിയാണ്. എല്ലാം ശരിയാണ്. നോക്കാം. ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മന്ദിരം കുവൈത്തുൽ ഇസ്ലാമാണ്. ശരിയാണ്. കുവൈത്തുൽ ഇസ്ലാം നിർമ്മിച്ച കുത്തബുദ്ദീൻ ഐബക്കാണ്. കുവൈത്തുൽ ഇസ്ലാം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഇതിലെല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ അടിമ രാജവംശം സ്ഥാപിക്കുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ്. മുഹമ്മദ് ഗോറിക്ക് ശേഷം ഇന്ത്യയിൽ അടിമ രാജവംശം സ്ഥാപിക്കുന്ന കുത്തബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനമായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇസ്ലാമിക ശൈലിയിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മന്ദിരമാണ് കുവൈത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത്. കുവൈത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ്. അത് നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ്. അത് ആഗ്രയിലാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അതേസമയം മറ്റൊന്ന് നമ്മളൊന്ന് പറയാം. ഒരാൾ കൂടി നമ്മൾ ഈ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മറ്റൊരു കൺസ്ട്രക്ഷൻ കൂടി നമ്മൾ പറയുന്നത് ഏതാണ്? കുത്തബ് മീനാറാണ്. ആഗ്രയിലുള്ള കുത്തബ് മീനാറാണ് മറ്റൊരെണ്ണം. അത് നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹത്തിൻ്റെ സൂഫി സന്യാസിയായിരുന്ന ഖ്വാജ ബക്തിയാർ കാക്കിയുടെ സ്മരണയ്ക്കാണ് കുത്തബുദ്ദീൻ ഐബക്ക് കുത്തബ് മീനാർ പണി കഴിപ്പിക്കുന്നത്. പക്ഷേ പണി പൂർത്തിയാക്കാൻ കഴിയില്ല. പണി പൂർത്തിയാക്കുന്നത് ഇൽതുമിഷാണ് എന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചത് കുവൈത്തുൽ ഇസ്ലാം ഉണ്ട്. അതാണ് ഇസ്ലാമിക രീതിയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഒരു കൺസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ഏതാണ്? കുത്തബ് മീനാറാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഖ്വാജ ബക്തിയാർ കാക്കിയെ സ്മരണിക്കാണ് നിർമ്മിച്ചത്. പക്ഷേ പണി പൂർത്തിയാക്കാൻ കഴിയില്ല. പണി പൂർത്തിയാക്കുന്നത് ഇൽതുമിഷാണ്. പിന്നീട് അതിൻ്റെ മുന്നിലൊരു
ഈ കുത്തബ് ഫ്രണ്ടിൽ ഒരു കവാടം വരുന്നു. ദാറ്റ് ഈസ് അലായ് ദർവാസ എന്ന് പറയുന്നത്. അലായ് ദർവാസ നിർമ്മിച്ചത് സൗത്ത് ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയായ അലാവുദ്ദീൻ ഖിൽജിയാണ് കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലെ കവാടമായ അലായ് ദർവാസ നിർമ്മിച്ചത്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും 4 ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും വളരെ വിശദമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.